നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ഇന്ത്യയിൽ ഇപ്പോഴത്തെ പ്രതിപക്ഷത്തിന് എപ്പോഴും രണ്ട് നീതിയാണ്. തങ്ങളെ ആരും കുറ്റം പറയാൻ പാടില്ല, നാട്ടുകാരെയും കുടുംബക്കാരെയും പിന്നെ ഞങ്ങൾക്ക് തോന്നുന്നവരെ എല്ലാം വായിൽ വരുന്നത് പറയും എന്നൊരു രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക്. പറഞ്ഞു വന്നത് സാക്ഷാൽ അമിതാഭ് ബച്ചന്റെ ഭാര്യ ജയാ ബച്ചനെ പറ്റിയാണ്. പൊതുജന മധ്യത്തിലും പത്രക്കാരോടുമുള്ള ജയാ ബച്ചന്റെ മോശം പെരുമാറ്റം എപ്പോഴും വാർത്തകളിൽ ഇടം പിടിച്ചിട്ടുണ്ട്. 2014 ഓഗസ്റ്റിൽ മിമിക്രി റേഡിയോ ജോക്കികളുടെ തമാശകൾ എന്നിവയ്ക്കെതിരെ അവർ പാർലമെന്റിൽ എതിർപ്പുന്നയിച്ചിരുന്നു. അത്തരം നർമ്മത്തെ തികച്ചും ആക്ഷേപകരമാണ് എന്നവർ വിളിക്കുകയും ആർജെമാർ അശ്ലീല തമാശകൾക്കും നിയമനിർമ്മാതാക്കളെ അനാദരിക്കുന്നതിനും കുറ്റക്കാരാണെന്ന് ആരോപിക്കുകയും ചെയ്തു. ആ സമയത്ത് അന്നത്തെ വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി പ്രകാശ് ജാവദേക്കറോട് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ചെയ്യാൻ പോവുകയാണോ എന്ന് അവർ ചോദിച്ചിരുന്നു. പാർലമെന്റിന്റെ അന്തസ്സിന് നേരെയുള്ള ആക്രമണമായി താൻ കണ്ടതിനെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ ഇപ്പോൾ കൃത്യമായി പറഞ്ഞാൽ ഇന്നലെ അവർ സംസാര സ്വാതന്ത്ര്യം ആവശ്യമാണെന്ന് അങ്ങ് പ്രഖ്യാപിച്ചു. അതിന്റെ ആവശ്യം തിരിച്ചറിഞ്ഞു. ഈ മഹാത്ഭുതത്തിന് പിന്നിലെ കാരണമന്വേഷിച്ച് അങ്ങ് പാഴൂർ പടിപ്പുര വരെ ഒന്നും പോകണ്ട. സ്റ്റാൻഡപ്പ് കൊമേഡിയൻ കുനാൽ കമ്രയുടെ ഓഫീസിന് നേരെയുണ്ടായ ആക്രമണത്തിന് മറുപടിയായാണ് അവരുടെ പരാമർശങ്ങൾ വന്നത്. ഈ പറയുന്ന കുനാൽ കമ്ര മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയെ പരിഹസിച്ചിരുന്നു. അതിനെതിരെ പ്രതിഷേധം രൂക്ഷമായപ്പോഴാണ് ജയാ ബച്ചൻ സംസാര സ്വാതന്ത്ര്യം പൊക്കിക്കൊണ്ടുവന്നത്. കമ്രയ്ക്കെതിരെ ഉയർന്ന പ്രതികരണത്തോട് പ്രതികരിച്ചുകൊണ്ട് അവർ ചോദിച്ചു, എവിടെയാണ് സംസാര സ്വാതന്ത്ര്യം? അവർ ചോദിച്ചു. ആളുകൾ പറയുന്നതിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയാൽ മാധ്യമങ്ങൾക്ക് എന്ത് സംഭവിക്കും? നിങ്ങൾ ഇതിനകം മോശം അവസ്ഥയിലാണ്. ഉടൻ തന്നെ നിങ്ങളോട് പറയും, ഈ വാർത്ത മാത്രം പറയുക, മറ്റൊന്നും പറയരുത്. ജയാ ബച്ചന്റെ അഭിമുഖം സ്വീകരിക്കരുത്. ഭരണകക്ഷിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ജയാ ബച്ചൻ കൂട്ടിച്ചേർത്തു. പ്രതിപക്ഷാംഗങ്ങളെ തല്ലുക, സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുക, കൊലപ്പെടുത്തുക തുടങ്ങിയ അക്രമങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമേ പ്രവർത്തന സ്വാതന്ത്ര്യം ഉണ്ടാകൂ. മറ്റെന്താണ് അവശേഷിക്കുന്നത്? ഏക്നാഥ് ഷിൻഡെ വിമർശിച്ചുകൊണ്ട് അവർ ചോദിച്ചു. അധികാരത്തിനായി നിങ്ങൾ നിങ്ങളുടെ യഥാർത്ഥ പാർട്ടി ഉപേക്ഷിച്ചു. അത് ബാലാസാഹേബ് താക്കറെയോടുള്ള അപമാനമായിരുന്നില്ലേ? സംസാര സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള അവരുടെ നിലപാടിലെ മാറ്റം അവരെ പോലുള്ള നിരവധി പൊതു വ്യക്തികൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ മൂല്യം പൂർണ്ണമായും ആരാണ് സംസാരിക്കുന്നത്, ആർക്കെതിരെയാണ് സംസാരിക്കുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു എന്നതിന്റെ വ്യക്തമായ ഓർമ്മപ്പെടുത്തലാണ്. ബി.ജെ.പി നേതാക്കളെയും പരിഹസിക്കും ജീവിതവ്രതമാക്കിയെടുത്ത ആളാണ് കുനാൽ കമ്ര എന്ന സ്റ്റാൻഡപ്പ് കൊമേഡിയൻ. ഒരിക്കൽ റിപ്പബ്ലിക് ചാനൽ ഉടമ അർണബ് ഗോസ്വാമിയെ ഒരു ഫ്ലൈറ്റിനുള്ളിൽ വെച്ച് നേരിട്ട് ചോദ്യം ചെയ്ത് പ്രശ്നം സൃഷ്ടിച്ച് NGO ജിഹാദി പക്ഷത്തിന്റെ നായകനാണ് കുനാൽ കമ്ര. പക്ഷെ മഹാരാഷ്ട്രയിൽ ഏക്നാഥ് ഷിൻഡെയോട് കളിച്ചതേ ഓർമ്മയുള്ളൂ. കുനാൽ കമ്രയുടെ പരിപാടി സംഘടിപ്പിച്ച ഹോട്ടൽ തന്നെ ഷിൻഡെ പക്ഷം ശിവസൈനികർ അടിച്ചു തകർത്തു. തന്റെ സ്ഥിരം സ്റ്റാൻഡപ്പ് കോമഡിയുടെ ഭാഗമായി സനാതന വിരുദ്ധത, BJP വിരുദ്ധത, മോഡി വിരുദ്ധ തമാശകൾ പൊട്ടിക്കുന്നതിനിടയിലാണ് ഏക്നാഥ് ഷിൻഡെയെ ഗദ്ദർ, ഒറ്റുകാരൻ, വഞ്ചകൻ എന്ന് കുനാൽ കമ്ര വിശേഷിപ്പിച്ചത്. സോഷ്യൽ മീഡിയയിൽ ഇത് വൈറലായതോടെയാണ് ഈ പരിപാടി നടന്ന യൂണിക് കോണ്ടിനെന്റൽ എന്ന ഹോട്ടൽ തന്നെ ഷിൻഡെ പക്ഷ ശിവസേന പ്രവർത്തകർ അടിച്ചു തകർത്തത്. യൂണിക് കോണ്ടിനെന്റൽ ഹോട്ടലിലെ ഹാബിറ്റാറ്റ് സ്റ്റുഡിയോയിൽ നയാ ഭാരത് എന്ന പരിപാടിയുള്ള ഒരു യൂട്യൂബ് പരിപാടിയിലാണ് കുനാൽ കമ്ര ഏക്നാഥ് ഷിൻഡെ പരിഹസിച്ചത്. ഒപ്പം പരിപാടിക്കെതിരെയും കുനാൽ കമ്രയ്ക്കെതിരെയും തൊട്ടടുത്ത ഖർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകാൻ നൂറുകണക്കിന് ശിവസേന പ്രവർത്തകർ തടിച്ചു കൂടുകയും ചെയ്തു. പോലീസ് കേസെടുത്തു. എന്തായാലും ഇനി കുനാൽ കമ്രയ്ക്ക് മഹാരാഷ്ട്രയിൽ പരിപാടി നടത്താൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അത്രയ്ക്ക് വിദ്വേഷത്തിലാണ് ശിവസേന പ്രവർത്തകർ. കുനാൽ കമ്ര എന്ന സ്റ്റാൻഡപ്പ് കൊമേഡിയനെ പിന്തുണച്ച് ഉദ്ധവ് താക്കറെ രംഗത്തെത്തി. വഞ്ചന എന്ന് വിളിക്കുന്നതിൽ തെറ്റില്ലെന്ന് പറഞ്ഞ് കുനാൽ കമ്രയെ പിന്തുണയ്ക്കുകയായിരുന്നു ഉദ്ധവ് താക്കറെ. അതിനിടെ താൻ മാപ്പ് പറയില്ലെന്നും കോടതി പറഞ്ഞാൽ മാത്രമേ മാപ്പ് പറയൂ എന്നും മുംബൈ പോലീസിനെ ഫോണിൽ വിളിച്ചു പറഞ്ഞു കുനാൽ കമ്ര മുംബൈ പോലീസിനോട് താൻ മാപ്പ് പറയില്ലെന്ന് ഫോണിൽ ധിക്കാരപൂർവ്വം സംസാരിച്ചത് തമിഴ്നാട്ടിൽ നിന്നാണെന്ന് NDTV റിപ്പോർട്ട് ചെയ്യുന്നു. കുനാൽ കമ്രയുടെ ഫോൺ ലൊക്കേഷൻ തിരിച്ചറിഞ്ഞാണ് ചാനൽ ഇക്കാര്യം വെളിപ്പെടുത്തിയത്. സ്റ്റാലിന്റെ തമിഴ്നാട് എല്ലാവിധ മോദി വിരുദ്ധരുടെയും താവളമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.